മക്കയിലെയും മദീനയിലെയും തീർത്ഥാടകർക്ക് മികച്ച സേവനം ഉറപ്പാക്കാൻ നടപടികൾ കടുപ്പിച്ച് സൗദി ടൂറിസം മന്ത്രാലയം. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന താമസ സൗകര്യങ്ങൾക്കെതിരെ 10 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. റമദാനിലെ തിരക്ക് പരിഗണിച്ച് നമ്മുടെ അതിഥികൾക്ക് മുൻഗണന എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി. പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും എത്തുന്ന തീർത്ഥാടകർക്ക് ഉയർന്ന ഗുണനിലവാരമുള്ള താമസ സൗകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി ടൂറിസം മന്ത്രാലയം പരിശോധന കർശനമാക്കിയത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കും മറ്റു താമസ കേന്ദ്രങ്ങൾക്കുമെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. നിയമലംഘനം കണ്ടെത്തിയാൽ 10 ലക്ഷം റിയാൽ വരെ പിഴയോ സ്ഥാപനം പൂർണ്ണമായും അടച്ചുപൂട്ടലോ നേരിടേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ 2 ശിക്ഷകളും ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചു. റമദാനിലെ അവസാന 10 ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് നമ്മുടെ അതിഥികൾക്ക് മുൻഗണന എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിനും മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ ഫീൽഡ് ടീമുകൾ മക്കയിലെയും മദീനയിലെയും ഹോട്ടലുകൾ, അപ്പാർട്ട്മെന്റുകൾ, ട്രാവൽ ഏജൻസികൾ എന്നിവിടങ്ങളിൽ നിരന്തരമായ പരിശോധന നടത്തുന്നുണ്ട്. സേവനങ്ങളുടെ ഗുണനിലവാരം, സുരക്ഷാ മാനദണ്ഡങ്ങൾ, ലൈസൻസിന്റെ കാലാവധി എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. തീർത്ഥാടകർക്ക് എന്തെങ്കിലും പരാതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ടൂറിസം മന്ത്രാലയത്തിന്റെ ഏകീകൃത കോൾ സെന്ററിൽ 24 മണിക്കൂറും ബന്ധപ്പെടാനുള്ള സൗകര്യമുണ്ട്. നിയമങ്ങൾ പാലിച്ച് മികച്ച സേവനം നൽകുന്ന സ്ഥാപനങ്ങൾ മാത്രമേ പുണ്യനഗരങ്ങളിൽ അനുവദിക്കൂ എന്ന ശക്തമായ നിലപാടിലാണ് ടൂറിസം മന്ത്രാലയം. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.